വെച്ചിട്ടുണ്ട്. ഇന്നലെ 47 ക്ഷേത്രമായി. ഇവിടെ ഇത് പ്രതിഷ്ഠിച്ചത് അയോധ്യയിലാണ്. അയോധ്യയിൽ പോലും 5000 പേര് ഇരിക്കുന്ന അവിടെ ഇല്ല. അവിടെ നമുക്കൊരു ആശ്രമമുണ്ട്. അവിടെ ഞങ്ങൾ മീറ്റിംഗ് കൊടുക്കുന്ന മൈതാനത്താണ്. അവിടെ കൂടിപ്പോയാൽ 200 പേരൊക്കെ ഇരിക്കുന്ന ഇതേ ഉള്ളൂ. ഇപ്പോൾ ആ രഥം പോലെ ആണ് അവിടുത്തെ രാമക്ഷേത്രം. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 2 ഇത് രഥമുണ്ട്. ഒന്ന് രാമരഥം, ഒന്ന് കൃഷ്ണന്റെ രഥം. ഇത് അയോധ്യ, താഴെ ദ്വാരക. അവിടെ കൈലാസത്തിൽ ശ്രീ ശങ്കരനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ കൂടാതെ സ്വാമി മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉന്നതനായ സന്യാസിയാണ്. അതുപോലെ തന്നെ ശിവാജി മഹാരാജന്റെ ഗുരു. ഇതാ ശിവാജി മഹാരാജന്റെ പടം ഞാൻ കുറഞ്ഞ പക്ഷം ഒരു 3-4 വർഷം ഇങ്ങനെ റോൾ ചെയ്ത് ഒരു മൂലയിൽ വെച്ചിരുന്നു. അത് വയ്ക്കാൻ സ്ഥലമില്ല. അതിവിടെ വെച്ചപ്പോൾ ഈ ഹാള് ശകലതേ ഉള്ളൂ. അത് ഓരോന്ന് നീട്ടി അതുവരെ എത്തി. ഇപ്പോൾ പടം ചെറുതായി, ഹാള് വലുതായി. പിന്നെ ആ പടത്തിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ ഭാരതത്തിൻ്റെ സമുന്നതനായ ഗർജിക്കുന്ന സിംഹമായ ശിവാജി മഹാരാജന്റെ മുന്നിൽ വെച്ചിട്ട് പുഷ്പാഞ്ജലി സ്വാമിയാണ് ഈ വിളക്ക് കൊടുത്തത്. എന്നിട്ട് അങ്ങനെ കരയുകയാണ്, സ്വാമിജി, ഐ ഹോപ്പ് that this will be a capital of temples. കാരണം പത്മനാഭനെ രക്ഷിക്കുവാൻ ശിവാജിയെ കൊണ്ടുവരുമ്പോൾ അങ്ങയുടെ ആശ്രമത്തിൽ നമ്മൾ എന്നല്ല, നമ്മൾ പൊതുജനങ്ങളുടെ ആശ്രമമാണ്. അവിടെ ഈ വിളക്ക് കൊടുത്താൻ കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. ഞാനിവിടെ എന്ത് ചെയ്യുന്നു പ്രസംഗിക്കാറില്ല. കുമാരൻ നായർ എന്നെ കാണുമ്പോൾ ചോദിച്ചു, പുതിയ ദൈവങ്ങൾ വല്ലതും വന്നോ? ഞാൻ പറഞ്ഞു, തപ്പി നോക്കട്ടെ. കാരണം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി വരിക, സംസാരിക്കുക, പടവലങ്ങ വളരുന്ന പോലെ വളരുമ്പോൾ ഒരു ആർഗ്യുമെന്റിന്റെ കല്ലൂടെ കെട്ടി തൂക്കിയ പടവലങ്ങയുടെ നീളം കൂടും. നേരെ മറിച്ച് കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിച്ചാൽ 300 കുടുംബത്തിന് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടെ വോട്ടുണ്ടാക്കി കൊടുത്തു, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ ഒരൊറ്റ ദിവസം കൂടെ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ എല്ലാ ഓഫീസും ഇവിടെ ഉണ്ടായി. അവർക്ക് ഭക്ഷണം ഹൈഫൈ അല്ല, ദാലും ചോറും കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇൻ ഷോർട്ട്, ഇത് ചാർധാമാണ്. ചാർധാമിൽ പോയാൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 1% പൂജാരി പോലുമില്ല. അത് മഹാരാഷ്ട്രയിലെ മലയാളിയുടെ എ കോംപ്ലിമെന്റ് ആൻഡ് സപ്ലിമെന്റ് ടു മഹാരാഷ്ട്ര. അത് ഈ സ്വല്പ ആരോഗ്യം വന്നു കഴിഞ്ഞിട്ട് ഫഡ്നവീസിനെ കണ്ട് ഞാൻ ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കും. അത് കഴിഞ്ഞ് ദ്വാരക, ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്ററെ കാണുന്നുണ്ട്. ദ്വാരക, കുചേലന്റെ ദ്വാരക, ആർഭാടങ്ങളും ആഡംബരങ്ങളുമുള്ള ആ ദ്വാരകയെ പോലും വെള്ളത്തിനടിയിലാക്കി വെച്ച് മുങ്ങിത്തപ്പി അവിടെ ചെല്ലാൻ കഴിയുന്നുള്ള ഹിന്ദു ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് വെളിയിലൊരു ദ്വാരക വേണ്ടേ? അങ്ങനെ ഒരു പാവപ്പെട്ട ദ്വാരക ഇവിടെ ഉണ്ടാക്കി വെച്ചു. ഇനി രഥയാത്രകളുണ്ടാവും. ഇത്തവണ രഥയാത്ര നടത്താൻ ആരോഗ്യം മോശം, വിറ്റാമിൻ എമ്മും കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരെ, യുപിക്കാരും മഹാരാഷ്ട്രീയൻസും എല്ലാവരും കൂടെ ചേർന്ന് ഗംഭീരമായിട്ട് ഈ രഥത്തിനെ അലങ്കരിച്ച് എന്നെ ഇരിക്കാൻ ഒരു കുതിരയൊക്കെ വെച്ച് ഒരു രഥവും ഉണ്ടാക്കി രാത്രി ഇവിടെയൊക്കെ വന്നു. പിറ്റേന്നെ ഇരിക്കാൻ വയ്യ, കാരണം ഞാൻ ഈ രഥത്തിൽ നിന്ന് കിടക്കിടക്കിന് ചാടി കുഴപ്പമാണ്. എന്നാൽ അത് ഇവിടെ നിന്ന് ദ്വാരകയിലേക്ക് രഥയാത്ര നേരത്തെ കൂട്ടി ആളുകൾ 5-8 ബസ് ബുക്ക് ചെയ്തിട്ട് ഗംഭീരമായിട്ട് നമ്മൾ പോകും അവിടെ. അത് കഴിഞ്ഞ് കൈലാസത്തിൽ പോകാൻ പറ്റിയില്ല. അതിന് താഴെ അവിടെ നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം കൊണ്ട് സംഘടിപ്പിച്ച് ഒരു ചെറിയ ഹാളൊക്കെ ഉണ്ടാക്കി സ്വാമിയുടെ പാതകളോടെ കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ട്. എവിടെയാണോ എഴുത്തച്ഛൻ്റെ ഒരു വിഗ്രഹം വയ്ക്കാൻ സമ്മതിക്കാത്തത് അവിടെ ശ്രീരാമദാസ മിഷൻ്റെ ആശ്രമം ഉണ്ടാക്കി.
അവിടെ സ്വാമി ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പാതുക കൊണ്ടുപോയി അവതരിച്ചു. മലപ്പുറംകാരുടെ ചലഞ്ചിന് പകരം കൊടുത്തത് തന്നെയാണ് ഇതും. ഒരു മലപ്പുറത്തുകാരൻ തൂങ്ങിയാൽ തിരക്കണ മൂക്കാണ് എങ്കിൽ ജലദോഷത്തിനെ പേടിച്ച് നാട് വിടേണ്ടി വരും. അല്ല, അതിനെയൊക്കെ നേരിടാനുള്ള ശേഷിയും ശേമുഷിയും നിങ്ങൾക്കുണ്ടാകണം, നമുക്കുണ്ടാകണം. ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് വാക്കുകൾ വരണം. നിങ്ങളെ വിശപ്പ് മാനിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒരുപാട് ഇനി പറയാനുണ്ട്. നമുക്കെല്ലാവർക്കും പൈഠണിൽ പോകണം. അവിടെ ബ്രാഹ്മണനായിട്ട് ജനിച്ചവന് വേദം പഠിപ്പിക്കാൻ അനുവാദം കൊടുക്കാത്തവരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ പോകും. ഇവിടെ വേദമന്ദിരം ഉണ്ടാക്കിയത് നമ്മുടെ ആരുടെയും പ്രത്യേക ഭാഷക്കാരനല്ല. ജ്ഞാനേശ്വരി മഹാരാജ ബ്രാഹ്മണന്റെ കുട്ടിയായിരുന്നിട്ട് പോലും വേദം പഠിപ്പിക്കാനൊന്നും സമ്മതിച്ചില്ല. അതിൻ്റെ ചലഞ്ചായിട്ട് ഇവിടെ വേദമന്ദിരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ സത്യാനന്ദ സരസ്വതി വേദ സത്യാനന്ദ വൈദിക ഗുരുകുലം ഇവിടെ കുറച്ച് മറവിയൊക്കെ ഉണ്ട്. അത് 10 പള്ളു പറഞ്ഞാൽ എല്ലാം കറക്റ്റ് വരും. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഹിന്ദു ഐക്യവേദിയിലെ ശശികലയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇനാഗുറേറ്റ്. ആരോടും പറയാൻ നേരെ കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട്. അവിടുത്തെ ഇപ്പോൾ അടുത്ത് തന്നെ ഇവിടെ വരുന്നവരെയൊക്കെ ഞാൻ കോടീശ്വരനാണ്. ഇപ്പം നമ്മുടെ താടി നീ ജനിച്ചപ്പോൾ എന്തുകൊണ്ട് തോന്നുന്നു? ജനിച്ചപ്പോൾ വല്ല കൊണ്ടുവന്നു എനിക്ക് കേൾക്കാൻ സ്വല്പം ഉറച്ചോറാണ്. ഒന്നും കൊണ്ടുവന്നില്ല. ഇപ്പൊ തൈടിയുടെ മൂക്ക് നമുക്ക് വാങ്ങിക്കണം. അംബാനിയ, അഡാനിയ, ബിൽഗേറ്റ്, നരേന്ദ്രമോദിയോ ഫഡ്നവീസോ വിചാരിച്ചാൽ വാങ്ങിക്കാൻ കിട്ടുമോ? അതിന് എത്ര കോടി രൂപ കൊടുത്താൽ കിട്ടും? കിട്ടുകയില്ല. കോടീശ്വരനായില്ലേ ക്ഷണിക്കുന്നതിന്. പിന്നെ ലിവർ, ഹാർട്ട്, പൈങ്ക്രിയാസ്, കിഡ്നി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കോടാനു രൂപയുടെ സമ്പന്നനാണ്. അതുകൊണ്ടാണ് 523 അടി പൊക്കമുള്ള ഹനുമാനെ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന കോടീശ്വരന്മാരാണ്. എനിക്ക് പിന്നെ എന്ത് കുന്തം മേടിക്കണം. അതുകൊണ്ട് 523 ഹനുമാനെ ഇവിടെ ഉണ്ടാക്കും. അതിൻ്റെ പണമൊക്കെ വരച്ച് കല്ലിടാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാമിജിക്ക് 5 അടി പോകുന്നുണ്ട്. അപ്പം അത്ര ഹനുമാനെ 2 പാതുകളുണ്ടാക്കി അവിടെ വയ്ക്കാം. രാത്രിയായപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ചുമ്മാ ഒരു 12 മണിക്ക് നടക്കാവുന്ന ഒരു പട്ടി കൂട്ടുന്നത്. അപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ കൂടെ ഈ കുടിലൊക്കെ കിടന്ന ഒരു ഹനുമാൻ്റെ മൂർച്ചയുണ്ട്. ഒരു ഡോക്ടർ എനിക്ക് സംഭാവന ചെയ്തതിൻ്റെ 3-ൻ്റെ അന്ന് ഹോസ്പിറ്റൽ അദ്ദേഹത്തെ അഡ്രസ് ചെയ്തു. അതിൻ്റെ അന്ന് തന്നെ ഞാൻ പോയി കണ്ടു. നെക്സ്റ്റ് ഡേ ഈ ഹോസ്പിറ്റലിൽ ആ ഹനുമാനെ ഞാൻ കുടിലിൽ താമസിക്കുന്ന എൻ്റെ തലയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചമ്പലം ഉണ്ടാക്കി. ദ്വാരകയുടെ നടയിൽ മൂകാംബിക അന്നക്ഷേത്രത്തിൻ്റെ വാതിലിൽ അവിടെ ഒരു കൊച്ചുണ്ടാക്കി പ്രദർശിച്ചു. മരുന്നാണ് ഞാൻ പറയാൻ നേരെ. പിന്നെ അതുപോലെ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ടാക്കി. ദശാവതാരം ഭാഗവതം വായിക്കാൻ എയർ കണ്ടീഷൻ്റെ ഒരു ഹാള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ക്യാപിറ്റൽ എത്രയാണ്? 23 രൂപ. നല്ല ആയതുകൊണ്ട് നമുക്ക് കുറഞ്ഞിട്ട് 110 രൂപ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതാണ്. ഇഫ് there is a will, there is a way. ആരാണ് ഗവൺമെന്റ്? എന്താണ്? സബ് ബേക്കാർ ഇക്കട്ടാ ഹോത്തെ തോ സർക്കാർ एक बेकार चले जाते हैं तो സർക്കാർ खुद बेकार. ഇത് പറയാൻ, ഇത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകുമ്പോൾ ഭാരതത്തിൻ്റെ നിറം മാറും. ഭാരതം ലോക ഗുരുവാകും. ഇന്നിതാ വെള്ളം കൊണ്ട് വണ്ടി ഓടിക്കാമെന്നുള്ള നിലയിൽ ഭാരതത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക. സ്പോർട്സ്, ആർട്സ്, ചിന്തകൾ. അതായത് അന്ധവിശ്വാസത്തിൻ്റെ ഓരോ ക്ഷേത്രവും ഓരോ യൂണിവേഴ്സിറ്റിയാണ്. ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ വന്നപ്പോൾ എവരി ആക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പണ്ട് പറഞ്ഞു കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അറിഞ്ഞില്ല. ഡു യുവർ ഡ്യൂട്ടി. അർജുനൻ പറഞ്ഞു, എൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് എനിക്ക് സമ്പത്ത് വേണ്ട. ഈ ഗാന്ധിവൻ ഞാൻ ഇവിടെ അപേക്ഷിക്കുകയാണ്. ഞാൻ ഹിമാലയത്തിൽ സന്യസിക്കാൻ പോവുകയാണ്.
കൃഷ്ണൻ തിരിച്ചോണ്ട് നമുക്ക് തലയിൽ തട്ടി പറഞ്ഞു, ഇടാ നീയെ താടിയൊക്കെ വളർത്തി കുറേ ദിവസം ഇവിടെ ഇരുന്നു, ഞാനും നിന്നെ ശ്രദ്ധിച്ചു, അവസാനം നീ എൻ്റെ പെങ്ങളെ കൊണ്ട് സ്ഥലം വിട്ടു. യു ആർ ടോട്ടലി അൺഫിറ്റ് ടു ഡിക്ലെയർ ദാറ്റ് യു ആർ എ സന്യാസി. അതുകൊണ്ട് മര്യാദയ്ക്ക് ഗാന്ധിയോടൊക്കെ യുദ്ധം ചെയ്ത് ഞാൻ ഒന്നു വെച്ചോ എൻ്റെ പുറത്ത് ഒരാരോയ്ക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം സയൻസും ന്യൂട്ടനും ഒക്കെ ഉണ്ടാകുന്നതിന് വളരെ മുമ്പേ ഭാരതത്തിൽ ഇതെല്ലാം ഉണ്ടായി. ആ ഗീത ഇന്ന് മാനവീയത്തിൻ്റെ ഇൻ്റർനാഷണൽ ടെസ്റ്റാണ്. കിടക്കുന്നില്ല. നിങ്ങൾ ഇതെല്ലാം ആലോചിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഈ 7 നിലയായിട്ട് ഞങ്ങൾ പറഞ്ഞു നോക്കണം. ഇതിൻ്റെ അവിടുത്തെ ഗുരുമണ്ഡപം നിങ്ങൾ കണ്ടു കാണും. സ്വാമി സമർത്ഥൻ, ശിവാജിയുടെ ഗുരു ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു. ലോകത്തെവിടെയെങ്കിലും ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയും മറ്റ് സ്വാമിമാരെയും ചേർത്തുണ്ടോ? ഇനി വിവേകാനന്ദ സ്വാമി തുടങ്ങി 150ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കും. അതിൽ തന്നെ ഒരു 18 നില പൊക്കത്തിൽ. ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പം പോയി പണം പിടിച്ച് പറഞ്ഞിട്ടുകയും മണി വിൽ കം ദെയർ. എവറി ആക്ഷൻ is equal and opposite reaction. ചുമ്മാ പുതപ്പം കൂടിക്കൊണ്ട് ഗംഭീരമായി ചിന്തിക്കാമെങ്കിൽ ഒരു ദിവസം ആ പുതപ്പും മേൽക്കൂരയും വലിച്ചിറക്കി കളഞ്ഞിട്ട് നിങ്ങളുടെ ചിന്തകൾ ആകാശം കൊണ്ട് വളരും. അതിനിടവരുത്തട്ടെ, അതിന് ഓർമ്മ വരുത്തട്ടെ. ഇത് ഒരു 1.5 ഇഞ്ചിലെ ഇതല്ല. NSS എന്ന് പറഞ്ഞാൽ നോ സർവീസ് സൊസൈറ്റി അല്ല എന്ന്. SNDP എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഒന്നുമല്ല, വെള്ളാപ്പള്ളിയിലെ ഇടുപ്പിലിരിക്കുന്ന ഒന്നുമല്ല. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തിനാണ്? മദ്യം വിഷമാണ്, ജാതി ചോദിക്കരുത്. അതുകൊണ്ടാണ് 16 കൊല്ലം കൊണ്ട് ഇവിടെ പൊങ്കാലം നിർത്തിയിട്ട് ഞാൻ അപ്പുറത്തോട് നമ്മുടെ പേരുണ്ടെന്ന് കൂടെ എല്ലാത്തോടെയും ഉണ്ട്. ആരും എനിക്ക് അതിൻ്റെയല്ല. ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവരുടെ അച്ഛനോടും അമ്മയോടും അമ്മാവനോടും ജ്യേഷ്ഠനോടും ഉള്ള സ്നേഹം, സമ്പത്ത് എനിക്കുണ്ട്. അവരുടെ കുടുംബത്തോടും എനിക്കുണ്ട്. ആ സ്നേഹം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരിക്കലും സൂക്കേട് വരില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മരിച്ചു പോയാൽ ഞാൻ ഭൂതമായിട്ട് ഒന്നെങ്കിലും ചെയ്യും. കാരണം ഭൂതത്തിന് വല്ലതും ചെയ്യാൻ പറ്റും. അല്ല, ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ തകഴിയിലെ കോഹിക്ക് പിടിക്കുന്നത്. ആ സൗന്ദര്യം തന്നെ ഏറ്റവും ഘനഗംഭീരമായ സൗണ്ടൊക്കെ ഉണ്ട്. നല്ലോണം ഉപയോഗിക്കും. ഞാൻ നിങ്ങളുടെ ആ പരിപാടിക്ക് പറഞ്ഞുകൂടാൻ പാടില്ല. ഒരു വലിയ ന്യൂസ് കളക്ടിങ് സെന്റർ, പണ്ട് പുണ്യഭൂമി എന്ന് പറഞ്ഞ് സ്വാമി ഒരു പത്രം തുടങ്ങി 18 പേജുള്ള. അത് 7.5 കോടി രൂപ കടം വന്നപ്പോൾ തൃശ്ശൂർ രംഗം കൂട്ടി. ആ വസ്തു വിറ്റായിപ്പോൾ 7.5 കോടിയൊന്നുമില്ല, ഒന്നൊരു 10-25 കോടിയെങ്കിലും കിട്ടും. പക്ഷെ അതിൻ്റെ കുറച്ച് കെട്ടിടം കൂടെ നഷ്ടപ്പെട്ടു. അതിൻ്റെ അർത്ഥം we have to come back and do something constructively. I am in need of people like you and others. We have to do something constructively. ഞാൻ ഹിന്ദിക്കാരെ വിളിച്ചില്ല, കാരണം മലയാളത്തിൽ വല്ലതും പറയണം അവരോട് കേൾക്കേണ്ടതാണ്. അയ്യോ കാണിക്കാരന് പെട്ടെന്ന് ചോദിച്ചിട്ട് വരുന്ന ഭാഷയും മനസ്സിലാക്കും. ഞങ്ങളിപ്പോൾ ഒരു മീറ്റിംഗുണ്ട്, അവരെ ഒക്കെ വിളിച്ചിട്ട് ഓരോ ഭാഷക്കാരെയും വിളിച്ച് ഇവിടെ ഓരോ മാസത്തിൽ ഓരോ ഭാഷയിലാണ് ഇത് ഭാവസപ്താഹം. രുക്മിണി സ്വയംവരത്തിന് ഒരു ഡൗറി ഫ്രീ മാരേജ് നടത്തി. 192 ഡൗറി ഫ്രീ മാരേജ് നടത്തി. ഒരു സമയം ഒരു 100 കല്യാണം നടത്താനുള്ള സ്ഥലമുണ്ട്. കടം വാങ്ങിക്കരുത്, വസ്തു വിൽക്കരുത്. We will go back, borrow or root, but we will celebrate the marriage of our children. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതിന് ശേഷം കള്ളം കുടിച്ചോണ്ട് പെണ്ണിന്റെ ദേഹത്ത് തൊട്ടാൽ തങ്കടി തോട് കിടക്കുക. അതാണ് ഇവിടുത്തെ വിവാഹത്തിന്റെ മന്ത്രം. അല്ല, ഒരു നിന്റെ അമ്മേനെ എവിടെ കാശ് കൊണ്ടു അച്ഛനെ എവിടെ പറഞ്ഞാൽ അട്ടിച്ചവനൊരു സിലിണ്ടർ പൊട്ടും. ഇങ്ങനെ ഇരിക്കുന്ന സ്വാമിയൊക്കെ പറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെ കൂടിയിട്ട് കഴിഞ്ഞവിടെ ഇവിടെ ഒരു NSSന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നു. സാമ്പാറൊക്കെ അടിച്ച് ഏപ്പൊക്കെ വിട്ടിട്ട് അങ്ങേപ്പുറത്തും ഇപ്പുറത്തും ചീത്ത പറഞ്ഞിട്ട് നച്ചുണ്ടോ? നമുക്ക് കുറ്റമുണ്ട്, നമുക്ക് കുറവുണ്ട്, നമുക്ക് ഇല്ലായ്മയുണ്ട്, നമുക്ക് പോരായ്മയുണ്ട്.
അതിനെ മാറ്റാൻ ഉള്ള ആത്മധൈര്യത്തോടുകൂടി ശക്തിയോടുകൂടി അത് വളരണം, അത് വളർത്തണം. എല്ലാവരും കോടീശ്വരന്മാരായില്ലേ? കോടീശ്വരനായില്ലേ? നിന്റെ മൂക്കിന് എത്ര കൊടുത്താൽ കിട്ടും? $5000 കൊടുത്താൽ ഒരു രോമം കിട്ടില്ല. We are powerful, we are richest. Why not we declare? ഞാൻ ആരുടെയും അടിമയല്ല, പണം ഞാൻ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നീട്ടണില്ല, നിങ്ങളുടെ വിശപ്പ് മാനിച്ചുകൊണ്ടല്ല. പക്ഷേ ഇപ്പം ഞാൻ ഇത് കൂടാവുന്നത് അതിന് എല്ലാവർക്കും അവിടെ ഇന്നാണ് പോകണം. മരുന്നെനിക്ക് കഴിക്കണം, സാരമില്ല. അതുകൊണ്ട് എല്ലാവർക്കും നന്മയും മേന്മയും വരട്ടെ. ഇവിടെ എല്ലാവരും വയസ്സന്മാരായി തുടങ്ങി. അതുകൊണ്ട് നല്ല ഡൈനമിക് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ എന്താണ് എന്ന് പഠിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. അത് NGO വഴി ഓരോ ഹിന്ദു ക്ഷേത്രങ്ങളും ചെയ്യണം. ശത്രു സംഹാര ഹോമം ചെയ്താൽ അത് നേട്ടമുണ്ടാകുമെങ്കിൽ പാകിസ്ഥാന്റെ ഇപ്പുറത്തൊരു ശത്രു സംഹാര ഹോമം ചെയ്തൂടെ? തേങ്ങ അടിച്ചാൽ തെറിച്ചു പോകണമെങ്കിൽ പിണറായി വിജയനോട് പറ്റൂലായിരുന്നു. അതുകൊണ്ട് തേങ്ങ അടിച്ചാൽ പോകുമല്ലോ? ഇല്ല. അതിനൊക്കെ തന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകൾ പഠിപ്പിച്ച് സാധാരണക്കാരന് പറഞ്ഞു കൊടുത്ത് അവന് എപ്പാർട്ടി ഗവൺമെൻറ് ടാറ്റയും ബിർളയും ഒക്കെ ആണെങ്കിൽ അവരെല്ലാം ജനിച്ചപ്പോഴെങ്ങനെയായിരുന്നില്ല. ഒരു കൊച്ചു കോണവും പോലും ഇല്ലാതെ ഇവിടുത്തെ അവരൊക്കെ ജനിച്ചിട്ടുള്ളൂ. പിന്നെ why should we worry? You have to work hard. You have to lead our lives very powerfully. What do you say? I don't want to see this, but come down to the public, do something constructively, give them energy, pick them up. I hope so. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശക്തിയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും എൻ്റെ ഗുരുനാഥൻ്റെ പാതാരവിന്ദകൾ സമർപ്പിച്ചുകൊണ്ട് എത്തുന്നു. ജയ് ശ്രീരാം. ഭാരത് മാതാ കി ഭാരത് മാതാ കി വന്ദേ വന്ദേ ജയ് ജയ് ശ്രീരാം. കുറച്ച് പറഞ്ഞതിനെ ഞാൻ അരമണിക്കൂർ ജയ് സീതാറാം ജയ് സീതാറാം. കുറച്ച് പറഞ്ഞാൽ അനുവാദം. ജയ് ശ്രീറാം. ഒരുപാട് ശല്യപ്പെടുത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ടു റിലവന്റ് ടുഡേ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ. ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വേറൊരു പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നിങ്ങളുടെ വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്തപഹാരി മുരാരേ. ഇതെന്തിനാ പാടിയെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? ഇല്ല. ഇതൊക്കെ പാടി കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തില് മേഖലയില് ഇപ്പൊ സ്വാമിജി വളരെ കറക്റ്റായിട്ടാണ് എന്നോട് ചോദിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു ഞെരളത്ത് രാമപ്പൊതുവ. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു. ഇപ്പോഴാണ് കുറെ പേരല്ലാത്തവർ വന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ ഷോക്കിംഗ് ന്യൂസ് അതാണ്. അദ്ദേഹത്തിന്റെ മകൻ, ഞാൻ പറയാം, കലാപകരനായിട്ട് വളരെ വലിയ മനുഷ്യൻ തന്നെയാണ്, ഒരു സംശയം നമുക്കില്ല ഒരു കാലത്തും. പക്ഷെ ഇന്ന് കേട്ട ന്യൂസ് എന്താണ്? അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പാർട്ടിയുടെ അംഗത്വം എടുത്തിരിക്കുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും? ഭഗവാനെ സ്ഥിരമായി ഭഗവാനെ പാടി ഉണർത്തിക്കൊണ്ടിരുന്ന ഒരാൾ മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന ഒരു സംഘടനയിൽ എന്തിനു മെമ്പർഷിപ്പ് എടുത്തു?
ഇന്നെങ്കിലും സ്വാമിജിയുടെ ഇവരുടെ ഓരോരുത്തരുടെയും സംസാരം ശ്രദ്ധിക്കും. ഹൈന്ദവ ഐക്യം ഇല്ല എങ്കിൽ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഹൈന്ദവ ധർമ്മം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. നായരോ നമ്പൂതിരിയോ ഈഴവനോ തീയനോ ആരുമായിക്കൊള്ളട്ടെ, ഹിന്ദു ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിക്കുക. പിന്നെ എനിക്കിവിടെ തന്നിരിക്കുന്ന ഒരു കടമ കൃതജ്ഞത പറയാനാണ്. പ്രത്യേകിച്ച് ആരുടെയും പേര് പറഞ്ഞ് കൃതജ്ഞത പറയുന്നില്ല. ഇവിടെ വന്ന ഓരോരുത്തർക്കും ഈ സമ്മേളനം, ഈ ഒരു വലിയ ചടങ്ങ് ഇത്ര വലിയ വിജയമാക്കി തീർത്ത എല്ലാവർക്കും വളരെ വിലപ്പെട്ട വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ഉണർത്തിയ ആചാര്യൻ സ്വാമിജിക്കും എല്ലാവർക്കും കൃതജ്ഞത നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. വന്ദേ മാതരം.